വിഷമങ്ങൾ മാറാൻ, രോഗങ്ങൾ മാറാൻ മരിക്കുന്നതിന്റെ മുമ്പ് ഒരു തവണയെങ്കിലും അവിടെ ചെന്നിട്ട് നെറ്റിത്തടമൊന്ന് വെക്കാൻ ആരെങ്കിലും ഒരാൾ റസൂലുള്ളാഹിന്റെ ഖബർ സിയാറത്ത് ചെയ്താൽ അവനക്ക് സ്വർഗ്ഗം വാജിബാണെന്ന മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഒരു തവണയെങ്കിലും മദീന കാണാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ കേട്ടോ. നമുക്ക് കാണാൻ പോയിട്ടുണ്ടോ? ഇല്ല ഇല്ല, എന്നാ അത്ര വളരെല്ലാവർക്കും ഇത്തിരി പോയിക്കൂടെ? മൈമൂനത്ത് ബീവിന്റെ മക്കാം ഉണ്ടെക്കണോ? മൈമൂന ബീവിന്റെ ഉംറക്ക് പോയിക്കണോ? എത്ര കൊല്ലായി? കഴിഞ്ഞ പ്രാവശ്യം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാണ് ആര്? മൈമൂനത്ത് ബീവി. അവര് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലങ്ങൾ കണ്ടുക്കണം? നഹി നഹി ഇല്ല. നിങ്ങൾ ആരെങ്കിലും ഉംറക്ക് പോയി കണ്ടുക്കണോ? എന്നാണ് നൂറെ ഹബീബിനെ മുത്തമ്മയോട് ചോദിച്ചേക്കാണ്. അവരെ പറയും കേട്ടോ. ഇന്നലെ ലൈവിലുണ്ടോ? നമ്മള് കോഴിക്കോട് നിന്ന് നമ്മളിപ്പോ അൽഹംദുലില്ലാഹ് പിന്നെ ഞാനിപ്പോ 700-800 അളപ്പ് കൊണ്ടുപോയി. നമ്മള് കോഴിക്കോട് വണ്ടിട്ട് ഇറങ്ങിയിട്ട് പൊയ്ക്കോളി എന്ന് പറയാൻ പറ്റൂല. നാളെ പടച്ചോട് സമാധാനം പറയാൻ പറ്റില്ലേ? അപ്പൊ അവർക്ക് നമ്മൾ ദുആ ചെയ്തുകൊണ്ട് എല്ലാ ലൈവിലും ഫാത്തിഹ ഓതും. ഞാൻ നമ്മളെ കൂടെ വീട് വിറ്റ്, സ്ഥലം വിറ്റ്, സ്വർണ്ണങ്ങൾക്ക് വിറ്റിട്ടാ വരിക. നമ്മൾ സായി ചെയ്യൂലേ? നമ്മളെ ചിലപ്പോ നമുക്ക് ഊതുണ്ടാവും, ചിലപ്പോ ഊതും മുറിയില്ലേ? നമുക്ക് മനസ്സിൽ ശക്കായിരിക്കും, പഠിച്ചോനെ എന്റെ ഉംറ സ്വീകരിക്കോ, ഞാൻ അവിടെ പോയ പോകില്ല അല്ലേ? അള്ളാഹു കാത്തിരിച്ച അതേപോലെ ഫാത്തിഹ ഓതണം. ഇൻഷാ അല്ലാഹ് എന്റെ കൂടെ ഉംറക്ക് വന്ന് എല്ലാവരെയും കൂട്ടി എത്ര ഉംറ ചെയ്തു? എന്റെ കൂടെ വന്ന മിനിമം 10. ഞാൻ റൂമിൽ കണ്ടത് അല്ല ഭാഗ്യം കേട്ടോ. അപ്പോ ഇതാ ഞങ്ങൾ റമദാനിന്റെ അടുത്ത് ഞങ്ങൾ കൂടെ ഉംറക്ക് പോയി എല്ലാവരും ഒരുമിച്ച് കൂട്ടുക. എന്നിട്ട് റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ മൗലൂദ് ഓതും. അതൊക്കെ റബ്ബ് നമുക്ക് ചെയ്യണേ. നമ്മളില്ലെങ്കിൽ നമ്മളെന്താവും? അത് മൈമൂനത്ത് ബീവിന്റെ മഖാമുണ്ട്, അതൊക്കെ നമ്മള് കാണിക്കാൻ ഷാലഞ്ഞ് പോകുമ്പോ കാണാട്ടോ. അല്ല നിങ്ങൾ ഉംറക്ക് പോയുണ്ടോ? ഈ കൂടുതൽ നിങ്ങൾ കണ്ടിക്കണോ മൈമൂനത്ത് ബീവിന്റെ മഖാമ്? നഹി 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 നഹി. അതൊക്കെ പഠിക്കണം. അതൊക്കെ നമ്മൾ പഠിക്കണം കേട്ടോ. ഒക്കെ നമ്മള് പഠിക്കണം. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. അതേപോലെ നിങ്ങൾ നിസ്കരിക്കലുണ്ടോ? ഇല്ല. നമ്മള് നിസ്കാരത്തില് നമ്മള് എല്ലാ സമയത്തും എന്താ ചെയ്യാ? നമ്മള് നിസ്കാരം തുടങ്ങുമ്പോ എന്താ ചൊല്ലുക? അല്ലാഹു. നമ്മള് റുകൂക്ക് പോകുമ്പോ എന്താ ചെയ്യാ? അല്ലാഹു അക്ബർ. സുജൂദക്ക് പോകുമ്പോ അല്ലാഹു അക്ബർ. ഒരു സ്ഥലത്ത് മാത്രം സമി അല്ലാഹു ലിമൻ ഹമിദ. അതെന്താ അങ്ങനെ പറയാൻ കാരണങ്ങൾക്ക് അറിയില്ല. അതൊക്കെ ഉംറക്ക് പോകുന്ന ആളുകൾ പഠിക്കണം. ഈ താത്താക്ക് അറിയാം ഉംറക്ക് പോയത്? അതൊക്കെ പഠിക്കണം കേട്ടോ. അതാണ് നമ്മളും നിങ്ങൾ എന്താ വെച്ചാല് ഇപ്പൊ ഇന്നലെ ആരോ ഞാൻ ഒരു അവിടെ എന്റെ കൂടെ മുമ്പ് ഉംറക്ക് വന്ന ആളുകൾക്ക് നമ്മൾ എന്താക്കി ഒരു 11 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി. എന്റെ കൂടെ ഉംറക്ക് എല്ലാം മുമ്പ് വന്നൊരു പൊക്കെ ഒന്നൊരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ കോഴിക്കോട് വന്നിറങ്ങി വെച്ചാൽ പിന്നെ ഞങ്ങൾ അവരെ കണ്ടിട്ടില്ല. വരാനുള്ള ഭാഗ്യമുള്ള മൈമൂന ബീവിന്റെ മഖാമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പാഠങ്ങൾ അവിടെ എന്ത് ചെയ്യണ്ട്. ഉംറക്ക് പോയില്ല കാര്യമില്ല. നമ്മൾ അവിടെ വെച്ചിട്ട് സഹായി ചെയ്യുമ്പോ അവിടെ ഞങ്ങളൊന്ന് പോയാൽ പട്ടിണി കടത്തും, നോമ്പ് തോന്നും. ഇപ്പൊ മിഞ്ഞാന്നൊരു ഉമ്മ ഇപ്പൊ കാല് പൊട്ടി. എന്റെ കൂടെ ഒരു പ്രാവശ്യം ഉംറക്ക് വന്നപ്പോഴേ ഒരു പെണ്ണിന് പിരാന്തായി. പറഞ്ഞോ അല്ലേ? ഒരു പെണ്ണിന് പിരാന്തായി എന്ന് പറഞ്ഞാൽ ഓള് പോലീസിനെ കടിച്ചു, വലിയ പ്രശ്നമായി. കുറെ ആൾക്കാർ പറഞ്ഞു തങ്ങള് അതവിടെ പിന്നെ എന്താണ് ഇവിടെ കൊണ്ടുവരുന്ന മന്ത്രി ഹോസ്പിറ്റലിൽ നമ്മളെ പെണ്ണന്മാരില്ലേ നമ്മളെ മയത്തിൽ നോക്കി അൽഹംദുലില്ലാഹ് ബലപ്പെടുത്തിച്ചു. റബ്ബ് ഖൈറിലാക്കട്ടെ. പിന്നെ കൂടെ ഒറ്റ സ്വലാത്തുൽ ഫാത്തിഹ കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ-നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ-ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാതിക്കൽ മുസ്തഖീം وعلى آله قدره مقداره العظيم. الحمد لله رب العالمين ما علينا بالإيمان وهدانا إلى دين الإسلام. حمدا يوافي ويكافي مزيدا.
അർഹമുർ റഹീമായ റബ്ബേ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹ നീ സ്വീകരിക്കണം അല്ലാഹ് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് നൂറ ഹബീബിന്റെ മുത്തുമണികളെല്ലാവരുടെ വിഷമങ്ങളും മാറ്റി കൊടുക്കണമല്ല എല്ലാവരുടെ സങ്കടങ്ങളും മാറ്റി കൊടുക്കണമല്ല ഇവിടെ വന്നവർക്ക് ഖൈർ നൽകണമല്ല ഇവിടെ വന്നവരെ സങ്കടങ്ങൾ മാറ്റി കൊടുക്കണമല്ല ഇവിടെ വന്നവർക്ക് ഒരു ആപത്ത് കൊടുക്കല്ല തമ്പുരാന് ആരൊക്കെ ഈ സദസ്സിൽ വലിയ മാരകമായ രോഗങ്ങൾക്ക് മരുന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഖാലിഖായ പടച്ചറബ് ആ മരുന്നിന് ശിഫ നൽകണം അല്ലാഹ് ശിഫ നൽകണേ അല്ലാഹ് അല്ലാഹുവേ പെട്ടെന്നുള്ള മരണങ്ങൾ തരല്ല റബ്ബേ ഭവന മരണങ്ങൾ തരല്ല റബ്ബേ സിഹറുകാരന്റെ സിഹറിൽ നിന്ന് കാക്കണല്ല കണ്ണേറുകാരന്റെ കണ്ണേറിനെ കാക്കണേ അല്ലാഹ് ഒരു ആപത്തും നീ കൊടുക്കല്ല റബ്ബേ ഒരു മുസീബത്തും നീ കൊടുക്കല്ല തമ്പുരാന് എത്ര സമയം നീ കൊടിമരത്തിന്റെ മുമ്പിൽ നിങ്ങൾ ചെലവഴിച്ചോ അത്രയും സമയം നിങ്ങൾക്ക് അല്ലാഹ് ഖൈർ നൽകട്ടെ ബറക്കത്ത് അല്ലാഹു നൽകട്ടെ ആമീൻ ബറഹ്മതിക സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി